Hi all, welcome to my classroom. നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻവയോൺമെൻറ്റ് സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോളാണ്. അതിൽ നമ്മൾ പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു, പൊല്യൂട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം എയർ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീഡ് ഓഫ് ക്ലീൻ എയർ, അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ്റെ സോഴ്സസ് ആൻഡ് കോസസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ പൊല്യൂട്ടൻസിനെയാണ്. എങ്ങനെയാണ് എയർ പൊല്യൂട്ടൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ നമുക്ക് സ്ലൈഡിൽ കാണുന്നത് പോലെ രണ്ടായിട്ട് നമുക്ക് എയർ പൊല്യൂട്ടൻസിനെ ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. പ്രൈമറി പൊല്യൂട്ടൻസ് മെയിൻലി നമുക്ക് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഒക്കെയാണ് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സെക്കൻഡറി പൊല്യൂട്ടൻസിലേക്ക് പോവുകയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോട്ടോകെമിക്കൽ സ്മോഗ്, ഇതൊക്കെയാണ് സെക്കൻഡറി പൊല്യൂട്ടൻസിൻ്റെ കേസിൽ പറയുന്നത്. അപ്പോൾ അതിന് മറ്റൊരു ക്ലാസിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ലൈഡിലില്ല. എയർ പൊല്യൂട്ടൻസ് നമുക്ക് അക്കോർഡിംഗ് ടു ഒറിജിൻ, അക്കോർഡിംഗ് ടു കെമിക്കൽ കോമ്പോസിഷൻ, അക്കോർഡിംഗ് ടു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അക്കോർഡിംഗ് ടു ഒറിജിൻ ആണെങ്കിലും പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും എങ്ങനെയാണത് ചേഞ്ച് വരുന്നത്? നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ദാറ്റ് മീൻസ് സൾഫർ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇതൊക്കെയാണ് എന്ത് അക്കോർഡിംഗ് ടു ഒറിജിനിലേക്ക് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് ഓഫ് മാറ്ററും അക്കോർഡിംഗ് ടു കെമിക്കൽ കോമ്പോസിഷനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മെയിൻലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നത് പ്രൈമറി പൊല്യൂട്ടൻ്റ് ആയിട്ടും സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആയിട്ടുമാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷനാണ്. ഒരു എയർ പൊല്യൂഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അത് ഹ്യൂമൻ ബോഡിയെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ആനിമൽസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ നോക്കേണ്ടത് the physiological effects of toxic pollutants on living beings can be of two types: acute effect and chronic effect. എന്താണ് acute effect, എന്താണ് chronic effect എന്ന് നമുക്ക് നോക്കാം. Acute effects are immediate but short lived. അത് തന്നെ ഉണ്ട് എന്താണ് acute effect എന്നുള്ളത്. They occur when the victim is exposed to a high concentration of toxic pollutants for a brief period. For example, we experience headache while traveling on a busy road. This is due to exposure to carbon monoxide released from transport vehicles. നമ്മളൊരു സ്ഥലത്ത് നിന്നൊരു സ്ഥലത്തേക്ക് വെഹിക്കിൾ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടുത്തെ ഒരു പൊല്യൂഷൻ കൊണ്ട് നമുക്ക് തലവേദന ഉണ്ടാവുകയാണ്. അതൊരു ഇമ്മീഡിയറ്റ് ആണ്, ബട്ട് ഷോർട്ട് ലിവ്ഡ്, കുറച്ച് നേരത്തേക്ക് മാത്രമേ തലവേദന അനുഭവപ്പെടുന്നുള്ളൂ. അതാണ് എന്ത് അക്യൂട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് ക്രോണിക് എഫക്റ്റ് എന്ന് പറയുന്നത്? Chronic effects are due to short-term exposure for a long period. The effects appear after months or years. For example, exposure to SO2 may give rise to chronic bronchitis. Pulmonary fibrosis or exposure to coal dust may give rise to black lung. അപ്പോൾ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു ലോങ് ടേം ഡിസീസിലേക്കാണ് അവിടുത്തെ പൊല്യൂഷൻ നമ്മെ നയിക്കുന്നതെങ്കിൽ നമുക്കത് ക്രോണിക് എഫക്റ്റ് എന്ന് പറയാം. സോ അക്യൂട്ട് എഫക്റ്റ് ആൻഡ് ക്രോണിക് എഫക്റ്റ് പറഞ്ഞോളൂ. സോ നമ്മൾ നിലവിൽ അക്യൂട്ട് എഫക്റ്റും ക്രോണിക് എഫക്റ്റും പറഞ്ഞു. അത് ആരെയാണ് ബാധിക്കുന്നത്? ഹ്യൂമൻ ലൈഫിനെ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെയും. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, ഹ്യൂമൻ ലൈഫിനെ ബാധിക്കുന്നുണ്ട്, മറ്റു ആനിമൽസിനെയും ബാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത്, നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തെ, മനുഷ്യന്മാരുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ ബാധിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. എയറാണ്. സോ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസാണ് എന്തുണ്ടാക്കുക, എയർ പൊല്യൂഷൻ ഉണ്ടാക്കുക. ഓക്കെ, വാട്ടർ എന്തുണ്ടാക്കുക, അതിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പോൾ എയർ നമ്മളെ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണ്? റെസ്പിറേഷനെയാണ് ബന്ധപ്പെടുത്തുന്നത്. സോ സിൻസ് ദി എയർ പൊല്യൂട്ടൻസ് ആർ ഇൻഹെയിൽഡ്, ദേ അറ്റാക്ക് വേരിയസ് പാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം ഓൺ ദ റൂട്ട് ടു എയർ സാക്സ്. Once they reach the blood, they circulate throughout the body and reach the target organs. The extent of damage depends upon a particular pollutant, its concentration in the air and exposure time. Our body's defense mechanism helps to eliminate them. However, exposure to high level overloads and degrades the body's defense mechanism. അതായത് അത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള എയർ നമ്മൾ ശ്വസിക്കുന്നു. റെസ്പിറേറ്ററി സിസ്റ്റം വഴി അത് നമ്മുടെ ബോഡി എൻറ്റയർ പാർട്ടിലേക്ക് എത്തുന്നു, നമ്മുടെ ബ്ലഡിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്നു, എൻറ്റയർ പാർട്ടിൽ എത്തുന്നു.
അപ്പോൾ നമ്മുടെ ബോഡിക്ക് എന്തൊരു കഴിവുണ്ട്, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാൻ, അല്ലെങ്കിൽ അതിനെതിരെ ഒരു ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ബോഡിയിലുണ്ട്. ആ ഡിഫൻസ് മെക്കാനിസം പ്രവർത്തിക്കുകയും അപ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെ ഇത്തരത്തിൽ വരുന്ന മാലിന്യങ്ങൾ, ഇത്തരത്തിൽ വരുന്ന വേസ്റ്റേജുകളൊക്കെ പുറന്നുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ആ ഡിഫൻസ് മെക്കാനിസത്തിന് എന്ത് ബാധിക്കും? സ്വാഭാവികമായിട്ടും ബാധിക്കൂലേ? സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കൂലേ? അങ്ങനെയാണ് നമുക്ക് ഓരോരോ എന്തുണ്ടാകുന്ന അസുഖങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ മെയിൻലി എയർ പൊല്യൂഷൻ നമ്മളെ ലങ്സ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ റെസ്പിറേറ്ററി ആയിട്ടുള്ള വിഷയങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അടുത്തത് ഇതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് പോകണം. എവിഡൻസ് ഷോ ദാറ്റ് എയർ പൊല്യൂഷൻസ് ആർ ലിങ്ക്ഡ് വിത്ത് റെസ്പിറേറ്ററി ആൻഡ് സം അതർ ഡിസീസ് ഇൻ ഹ്യൂമൻ ബീങ്സ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. സൾഫർ ഡയോക്സൈഡ് ഈസ് എ മേജർ കോൺട്രിബ്യൂട്ടർ ടു ലങ് ഡിസീസ്. അപ്പോൾ നമ്മൾ കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് പറഞ്ഞു, കാർബൺ ഡയോക്സൈഡിനെ കുറിച്ച് പറഞ്ഞു, സൾഫർ ഡയോക്സൈഡിനെ കുറിച്ച് പറഞ്ഞു. സോ അതിൽ ആ കേസിൽ സൾഫർ ഡയോക്സൈഡ് ആണ് ഒരു മേജർ ഒരു ലങ് ഡിസീസിലേക്ക് നയിക്കുന്ന ഒരു കോൺട്രിബ്യൂട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ദെൻ ഇറ്റ് കോസ് ഇറിറ്റേഷൻ ടു നോസ് ആൻഡ് മസ്കസ് ലൈനിങ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ടിഷ്യൂ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, സ്വെല്ലിംഗ് ആൻഡ് ബ്രോഞ്ചോസ്പാസം. ഇത്തരത്തിലുള്ള രോഗങ്ങളിലേക്ക് അത് സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ നമ്മൾ ഓവറായിട്ട് നമ്മളത് ശ്വസിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എയറിൽ അതിൻ്റെ ഒരു കണ്ടൻറ്റ് കൂടുന്നത് ഇത്തരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കും. ഓക്കെ, then these are the acute effects. Long-term exposure may result in respiratory disease like chronic bronchitis, aggravated asthma, emphysema, pulmonary fibrosis and increased stress on heart. ഇതേപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നയിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എംഫിസിമ, പൾമണറി ഫൈബ്രോസിസ് ഒക്കെയാണ് എന്തുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ. Then particular matter potentiate the effect of SO2. The gas settles on the particles and reaches the deeper part of respiratory system. Hence, the toxicity of low concentration of SO2 can significantly increase. അപ്പോൾ അതിൻ്റെ ടോക്സിസിറ്റി സിഗ്നിഫിക്കൻ്റ്ലി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മനുഷ്യന്മാരെ ബാധിക്കുന്നത് പറഞ്ഞു. ഇനി എങ്ങനെയാണ് എയർ പൊല്യൂഷൻ പ്ലാന്റ്സിൽ അത് എഫക്റ്റ് ചെയ്യുന്നത് നോക്കുന്നത്. സോ ഡാമേജ് ടു ലീവ്സ്, inhibition of photosynthesis, reduced nutrients uptake, leaching of plant nutrients in soil, release of poisonous metal ion that are normally bound to the soil, killing of essential microorganisms in the soil. അറിയുന്ന സംഭവങ്ങൾ തന്നെ. നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് മലിനമായിട്ടുള്ള വായു അധികമായിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ എന്തിനെ ബാധിക്കും? അതിൻ്റെ ഇലകളെ ബാധിക്കും, അതിൻ്റെ ഫോട്ടോസിന്തസിസിൻ്റെ ആ ഒരു സർക്കുലേഷനെ ബാധിക്കും, അതിൻ്റെ മൊത്തത്തിലുള്ള എൻ്റെ പ്രോസസ്സിനെ ബാധിക്കും. ന്യൂട്രിയൻസ് അപ്ടേക്ക് ചെയ്യുന്ന ആ പ്രോസസ്സ് റിഡ്യൂസ് ചെയ്യും. പ്ലാന്റ്സിൻ്റെ സോയിലിൽ നിന്ന് നമ്മൾ ന്യൂട്രിയൻസ് അപ്ടേക്ക് ചെയ്യുന്നത്, പ്ലാന്റ് ന്യൂട്രിയൻസ് എടുക്കുന്ന സോയിൽ നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് അതിനത് എന്താ പറയുക മാരകമായി നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്ലാന്റ്സിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യന്മാരെ എങ്ങനെ എഫക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, പ്ലാന്റ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി കാലാവസ്ഥയെ എയർ പൊല്യൂഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്യും? ഡസ്റ്റ്, സ്മോക്ക് ആൻഡ് അതർ സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ റിഡ്യൂസ് വിസിബിലിറ്റി. കാഴ്ച, അതായത് മങ്ങിയ കാഴ്ചകളുണ്ടാക്കും. നമ്മൾ കണ്ടതാണ് ഡൽഹിയിലൊക്കെ എയർ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു ഇത്. അവിടെ കാണൂല. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവിടെ ഇപ്പോൾ ഡീസൽ വണ്ടിയൊക്കെ നമ്മൾ ഒഴിവാക്കിയല്ലോ. മറ്റു സവാരികൾക്ക് ഉള്ള അതിന് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ പൊല്യൂഷൻ കൂടി. താജ്മഹലിൻ്റെ ശിലകളെ അടക്കം അത് നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ആ ശിലകളൊക്കെ നുരുമ്പിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? എയർ പൊല്യൂഷൻ കൊണ്ടാണ്. അപ്പോൾ അവിടെ നമ്മളെ വിസിബിലിറ്റി കുറക്കും. ഫ്ലൈ ആഷ് ആൾസോ അഫക്ട് വിസിബിലിറ്റി ബൈ ഇന്റർസെപ്റ്റിംഗ് ആൻഡ് സ്കാറ്ററിംഗ് സോളാർ റേഡിയേഷൻ. റിഡക്ഷൻ ഇൻ വിസിബിലിറ്റി റിസൾട്ട്സ് ഇൻ എക്കണോമിക് ബർഡൻ ബിക്കോസ് എയർ ട്രാഫിക്, ഷിപ്പിംഗ്, ഹാർബർ ഓപ്പറേഷൻ ആൻഡ് റോഡ് ട്രാഫിക് ആർ adversely affected. Certain aerosols such as sulfuric acid mist, ammonium sulfate mist and water vapor influence the vertical temperature. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ എന്തായാലും കൂട്ടും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെ ഒക്കെ അളവ് കൂടുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ്. അതുപോലെ തന്നെയാണ് സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ കേസും. ഇതാണ് എഫക്റ്റ് ഓൺ വെതർ, കാലാവസ്ഥയിൽ അത് ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ് പറഞ്ഞത്. എഫക്റ്റ് ഓൺ വെതറിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റു പോയിന്റുകളാണ് ആസിഡ് റെയിൻ, അതുപോലെ തന്നെ ഓസോൺ ലെയർ ഡിപ്ലീസിയേഷൻ,
ഗ്ലോബൽ വാർമിംഗ്, ഈ കേസുകളൊക്കെ ഇതൊക്കെ എയർ പൊല്യൂഷൻ വഴി നമുക്ക് നമ്മുടെ കാലാവസ്ഥയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന എഫക്റ്റുകളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ആസിഡ് റെയിനൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞതാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ എയർ പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു, പൊല്യൂട്ടൻസിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ അതുപോലെ തന്നെ പ്രകൃതിയെ, കാലാവസ്ഥയെ എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയും? കൺട്രോൾ മെഷേഴ്സ് ഫോർ എയർ പൊല്യൂഷൻ. Controlling the spread of coal dust by sprinkling water on it before handling in a thermal power plant. തെർമൽ പവർ പ്ലാന്റിന് മുമ്പ്, തെർമൽ പവർ പ്ലാന്റിൽ നമ്മൾ എന്താ പറയുക, അതിൻ്റെ കോളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യാം. അങ്ങനെ കോളിൻ്റെ ഡസ്റ്റ് നമുക്ക് കുറക്കാൻ കഴിയും. Preventive maintenance by repairing leaky valves in advance so as to prevent the leakage of harmful gaseous air. ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് എയറിൽ സ്പ്രെഡ് ആകുന്നത് കുറക്കാൻ, അതിൻ്റെ ലീക്കേജ് കുറക്കാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസ്, അതിൻ്റെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നമ്മൾ എടുക്കുക. ഓക്കെ, ദെൻ അപ്ലൈയിങ് സോണിങ് ടു ഡിസ്ട്രിബ്യൂട്ട് ദി ഇമ്പാക്ട് ഓഫ് എയർ പൊല്യൂഷൻ ഇൻ എ കമ്മ്യൂണിറ്റി. Last one, selection of proper material. For example, using low sulfur coal reduce the SO2 problem. സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ പ്രോബ്ലം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യുക? കോൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോളിൽ സൾഫറിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവുള്ള കോൾസ് യൂസ് ചെയ്യാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, യൂസിങ് low sulfur coal, okay, to reduce the SO2 problem. ക്ലിയർ? ഇതാണ് കൺട്രോൾ മെഷേഴ്സിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി അതിൻ്റെ ശേഷം നമ്മൾ കൺട്രോൾ ഡിവൈസസിനെ കുറിച്ചാണ് നോക്കുന്നത്. മെയിൻലി കൺട്രോൾ ഡിവൈസായിട്ട് നമ്മൾ നോക്കുന്നത് ഗ്രാവിറ്റേഷണൽ സെറ്റിലിംഗ്, സൈക്ലോൺ സെപ്പറേറ്റർ, ഫാബ്രിക്കേറ്റ് ബാക്ക് ഫിൽറ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ, വെറ്റ് കളക്ടർ, ദാറ്റ് മീൻസ് സ്ക്രബ്ബർ. ഇതൊക്കെയാണ് കൺട്രോൾ ഡിവൈസസ് ആയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഡിവൈസസ് എന്ന് പറയാൻ കഴിയുന്നത്. ഓക്കെ.